തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് കേരളത്തിലെ വോട്ടർമാർക്കുള്ള പരസ്യമായ ഒരു മുന്നറിയിപ്പാണ്. വോട്ട് ചെയ്യുമ്പോൾ ജാതിമത വർഗീയ വ്യക്തിവിഷയങ്ങൾക്ക് മുൻഗണന നൽകിയാൽ തങ്ങൾ പിന്നീട് അപമാനിതരാകേണ്ടി വരും എന്ന മുന്നറിയിപ്പ്. ശനിയാഴ്ച നടന്ന പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായി മറ്റത്തൂരിലെ 8 കോൺഗ്രസ് അംഗങ്ങൾ കൂട്ടമായി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. BJPയോടൊപ്പം ചേർന്ന ഇവർ സ്വതന്ത്ര അംഗത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയിപ്പിക്കുകയും ചെയ്തു. DCC പ്രസിഡന്റിന് ഒരു തുണ്ട് കടലാസിൽ തങ്ങൾ രാജിവെക്കുകയാണെന്ന് ഒരുമിച്ച് എഴുതി കൊടുത്താണ് കോൺഗ്രസ് അംഗങ്ങളുടെ കൂറുമാറ്റം. മറ്റു പല പഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തെ അകറ്റി നിർത്താനായി BJP, SDPI, ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ടുണ്ടായിട്ടുണ്ട്. ചിലയിടത്ത് ഒറ്റപ്പെട്ട ചില അംഗങ്ങൾ അധികാരത്തിനായി കൂറുമാറുകയുമുണ്ടായി. പക്ഷേ മറ്റത്തൂർ വേറിട്ടു നിൽക്കുന്നത് കോൺഗ്രസിന് വോട്ട് ചെയ്താലും BJP ജയിക്കുമെന്ന നിഗമനം പ്രത്യക്ഷീകരിക്കുന്നത് കൊണ്ടാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രം കണ്ടുപരിചയമുള്ള രാഷ്ട്രീയ നീക്കം കേരളത്തിലും നടത്തി വിജയിപ്പിച്ചെടുക്കുകയായിരുന്നു BJP എന്നും അനുമാനിക്കാവുന്നതാണ്. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രന്റെയും മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുംപറമ്പിലിന്റെയും നേതൃത്വത്തിൽ പണം വാങ്ങി നടത്തിയ അട്ടിമറിയാണിതെന്ന് ആരോപിക്കുന്നത് ആ പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ്. മുഖം രക്ഷിക്കാനായി ചന്ദ്രനെയും ഷാഫിയെയും കോൺഗ്രസിന്റെ പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയെങ്കിലും രാഷ്ട്രീയ അട്ടിമറിക്ക് വ്യക്തമായ ഉത്തരമാകുന്നില്ല. തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിന് DCC പ്രസിഡന്റ് പണം വാങ്ങിയെന്ന് വെളിപ്പെടുത്തിയത് 1.5 പതിറ്റാണ്ടായി കോൺഗ്രസ് കൗൺസിലറായ ലാലി വിൻസെന്റ് ആണ്. സ്വന്തം നേതാക്കൾക്ക് സ്ഥാനം നൽകാൻ കോഴ ആവശ്യപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾ അധികാരം മറച്ചു നൽകാൻ ജനഹിതം വിൽപ്പന ചരക്കാക്കില്ല എന്ന് വോട്ടർമാരെങ്ങനെ വിശ്വസിക്കും? ലോക്സഭയിലേക്ക് സുരേഷ് ഗോപിയുടെ വിജയം വോട്ടടിയിലൂടെയാണെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ ആരോപിച്ചതും തൃശൂരിൽ തന്നെയാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് തൊട്ടു പിന്നാലെ മുതിർന്ന നേതാവും രാജ്യസഭാ MPയുമായ ദിഗ്വിജയ് സിംഗ് RSSനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പ്രശംസിച്ച് രംഗത്തെത്തിയതും മറ്റത്തൂർ അട്ടിമറിയും ഒരേ ദിവസമാണെന്നത് യാദൃശ്ചികമാണ്. എങ്കിലും പ്രാദേശിക മുതൽ ദേശീയ തലം വരെ കോൺഗ്രസ് BJP അന്തർധാര ഒരുപോലെ ശക്തമാണ് എന്നാണ് ഇതിനർത്ഥം. 10 വർഷത്തിനിടെ കോൺഗ്രസ് വിട്ടത് 350-ലേറെ നേതാക്കളും ജനപ്രതിനിധികളുമാണ്. 100-ലധികം MLAമാരും MPമാരും ജനപ്രതിനിധികളും BJPയിലെത്തി. കേന്ദ്രമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, സംസ്ഥാന ഭാരവാഹികൾ തുടങ്ങി മുതിർന്ന നേതാക്കൾ വരെ മറുകണ്ഠം ചാടി. മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയും പ്രദേശ് കോൺഗ്രസ് മുൻ അധ്യക്ഷനുമായിരുന്ന അശോക് ചവാൻ MLA സ്ഥാനം രാജിവെച്ചാണ് BJPയിൽ ചേർന്ന് രാജ്യസഭാംഗമായത്. 2015-16 കാലത്ത് അരുണാചലിൽ നടന്ന ഓപ്പറേഷൻ ലോട്ടസ് കുപ്രസിദ്ധമാണ്. MLAമാരെ കൂട്ടത്തോടെ കൂറുമാറ്റി ഭരണകക്ഷിയെ താഴെയിറക്കുകയായിരുന്നു അന്ന് BJP ചെയ്തത്. ആകെയുണ്ടായിരുന്ന 44 കോൺഗ്രസ് MLAമാരിൽ 43 പേരും കൂട്ടത്തോടെ പാർട്ടി മാറി. NDA സഖ്യകക്ഷിയായ പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ എന്ന പ്രാദേശിക പാർട്ടിയിലേക്കാണ് പെമ ഖണ്ഡുവിന്റെ നേതൃത്വത്തിൽ MLAമാർ മാറിയത്. അധികം വൈകാതെ ഈ MLAമാരെല്ലാം BJPയിലെത്തി. അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ച കോൺഗ്രസ് ഇല്ലാതാവുകയും തോറ്റ BJP ഭരണത്തിലെത്തുകയും ചെയ്തു. ഈ പരീക്ഷണമാണ് BJP മറ്റത്തൂരിൽ നടത്തിയതെന്ന നിരീക്ഷണം തള്ളിക്കളയേണ്ടതല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP വിജയം കോൺഗ്രസുമായുള്ള രഹസ്യ ധാരണയുടേതാണെന്ന ആരോപണവും പുതിയ സാഹചര്യത്തിൽ കൂടുതൽ വിശ്വസനീയമാകുന്നു. സംസ്ഥാനത്ത് BJPയുമായി കോൺഗ്രസ് പരസ്യമായ കൂട്ടുകെട്ടുണ്ടാക്കിയത് 1991-ലെ തെരഞ്ഞെടുപ്പിലാണ്. കോലീബി സഖ്യം എന്നറിയപ്പെടുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് പിന്നീടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഉണ്ടായിരുന്നു എന്നതും യാഥാർത്ഥ്യമാണ്. ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ RSSകാരനായ ഡോക്ടർ K മാധവൻകുട്ടിയെയും വടകര ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിലെ അഡ്വക്കേറ്റ് രത്നസിംഗിനെയും പരസ്പരം വിജയിപ്പിക്കുക എന്നതായിരുന്നു അന്നത്തെ ധാരണ. BJP നേതാവ് KG മാരാർ പാഴായ പരീക്ഷണം എന്ന ലേഖനത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന മലയാളികൾ ആ ബാന്ധവം തള്ളിക്കളഞ്ഞു. പക്ഷേ പിന്നീട് നിയമം വഴി നിയമസഭയിലും തൃശൂരിലൂടെ ലോക്സഭയിലും BJP ജയിക്കാൻ കോൺഗ്രസ് വഴിയൊരുക്കി. അത്തരമൊരു പരസ്യ വിൽപ്പനയാണ് മറ്റത്തൂരിലും നടപ്പാക്കിയത്. വർഗീയതയും ജാതീയതയുമായിരുന്നല്ലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFും BJPയും ഒരുപോലെ പ്രചാരണായുധമാക്കിയത്. മതേതരത്വവും പുരോഗമന ചിന്തയും ഇരു കൂട്ടരുടെയും പൊതുശത്രുവാണ്. അത് തിരിച്ചറിയാനും പ്രതിരോധിക്കാനും മറ്റത്തൂരിലെ അരുണാചൽ മോഡൽ സംസ്ഥാനത്തെ വോട്ടർമാരുടെ കണ്ണു തുറപ്പിക്കുമെന്ന് പ്രത്യാശിക്കാം.